മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ ഏൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കിയ മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കേരള മാതൃകയാണ് ഈ അതിജീവനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി 178 വീടുകളുടെ പട്ടയമാണ് ആദ്യഘട്ടമായി കൈമാറിയത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ, ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ഒരിടത്ത് തന്നെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടമാണ് യാഥാർത്ഥ്യമായത്. പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ 178 കുടുംബങ്ങൾക്ക് 7 സെന്റ് വീതം ഭൂമിയുടെ പട്ടയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ മുഖം തിരിക്കലും വ്യാജപ്രചരണങ്ങളും അതിജീവിച്ച് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ സാധിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇവിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടായി. കല്ല് മാത്രം ഇട്ടുപോകുന്നവരല്ല സർക്കാരെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ടൗൺഷിപ്പിൽ ആകെ 410 വീടുകളാണ് സർക്കാർ നിർമ്മിക്കുന്നത്. ഇന്ന് കൈമാറിയ 178 വീടുകൾ ഒഴിച്ചുള്ളവയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കും. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയായി പണിത വീട് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് പണിതത്. പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, സ്റ്റഡി റൂം, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഓരോ വീടും. മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ സർക്കാർ ഒരുക്കും. മന്ത്രിമാർ, കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികൾ, വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ തുടങ്ങിയവരും സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.